നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എക്സലിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് എംപ്ലോയീസിൻ്റെ പേരുണ്ട്, സ്റ്റാറ്റസ് എന്ന കോളുണ്ട്. ഈ സ്റ്റാറ്റസ് എന്ന കോളത്തിൽ അവർ പ്രസൻ്റ് ആണോ, ആബ്സെൻ്റ് ആണോ, അല്ലെങ്കിൽ ഓൺ ലീവ് ആണോ എന്നതാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം എങ്ങനെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എവിടെയാണോ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരേണ്ടത് ആ സെല്ല് അല്ലെങ്കിൽ ആ റേഞ്ച് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ ഡാറ്റ ടാബ് ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ ടൂൾസിൽ ഇവിടെ ഡാറ്റ വാലിഡേഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ഇവിടെ എലോ എന്നുള്ള ഭാഗത്ത് ഇവിടെ ലിസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കോമ ഇട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഈ സെലക്ട് ചെയ്ത റേഞ്ചിൽ നമുക്കൊരു റൈറ്റ് സൈഡിലൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നതായിട്ട് കാണാം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പ്രസൻറ്റ്, ആബ്സെൻറ്റ്, ഓൺ ലീവ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ജോൺ ഇവിടെ ആബ്സെൻ്റ് ആണെങ്കിൽ ആബ്സെൻ്റ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ മേരി ഓൺ ലീവ് ആണ്, ഇവിടെ പ്രസൻറ്റ്, ഇവിടെ പ്രസൻറ്റ്, ആബ്സെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എപ്പോഴെങ്കിലും ഡാറ്റയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റ വാലിഡേഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമട്ടിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു സിമ്പിൾ എക്സൽ ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.